ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച. അപ്പോൾ ഇത് ഡൊണാൾഡ് ട്രംപ് പ്ലാൻ ചെയ്തിരുന്നത് ആസിയാൻ സബ്മീറ്റിലേക്ക് വരുന്ന സമയത്ത് സോയാബീൻ ഉൾപ്പെടെ കോൺ ഉൾപ്പെടെ പല സാധനങ്ങളും അമേരിക്കയുടെ സൈഡിൽ നിന്നും ഇറക്കാൻ ചൈന വിസമ്മതിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ചൈനയുടെ കാല് പിടിക്കാൻ പരിധിയുണ്ട്. ചൈനയുടെ അടുത്തിരുന്ന് ഏറ്റവും കൂടുതൽ മെഡിസിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധനങ്ങൾ, റോ മെറ്റീരിയൽസ്, അതേപോലെ സെമി കണ്ടക്ടർ മേഖലയിലായിക്കോട്ടെ, ഒരുപാട് ഈ റയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അമേരിക്കയ്ക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പരിധി വരെ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല നെഗോസിയേഷൻ്റെ സമയത്ത്. ഷീ ജിൻപിങ് ചോദിക്കുന്ന എല്ലാത്തിനും ഓക്കെ പറഞ്ഞു വിടുക എന്നുള്ള ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ അവിടെ. അതിലുപരിയായിട്ട് വേറെ ഓപ്ഷൻസ് ഒന്നും ട്രംപിൻ്റെ കയ്യിലില്ല. ട്രംപിൻ്റെ കാർഡെല്ലാം തന്നെ അവിടെ ട്രംപ് പലപ്പോഴും കാർഡ് വെച്ചിട്ട് സംസാരിക്കുന്ന ആളാണ്. ഐ ഹാവ് കാർഡ്, ഐ വിൽ പ്ലേ അനദർ കാർഡ്, യു ഡോണ്ട് ഹാവ് എനി കാർഡ് എന്നുള്ള രീതി കാർഡ് വെച്ചിട്ടുള്ള ടേം ഉപയോഗിക്കുന്ന ആളാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ കയ്യിലുള്ള എല്ലാ കാർഡും ജോക്കറാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് മനഃപൂർവ്വം പ്രൈം മിനിസ്റ്റർ മോദി ട്രംപിനെ ഒഴിവാക്കുന്നത്? അതിന് ഒറ്റൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഈജിപ്തിൽ വെച്ച് നടന്ന ഒരു സബ്മിറ്റ്, ഈ പീസ് 2025 നിങ്ങൾ കണ്ടതല്ലേ? ആ സ്റ്റേജിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവം? അവിടെ പോയിട്ട് ഒരു ശിലയെപ്പോലെ ജോർജിയ മെലോണി നിന്നതുപോലെ, പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ നിന്നതുപോലെ, UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ നിന്നതുപോലെ അവിടെ നിൽക്കേണ്ടി വന്നേനെ അല്ലേ? അതാണ് സംഭവം. ട്രംപ് ആണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ പ്രസംഗിക്കും. കീർ സ്റ്റാർമറിനെ അപമാനിക്കുന്ന തരത്തിലാണ് ട്രംപ് അവിടെ പെരുമാറിയത്. അതിനെക്കുറിച്ച് പല രീതിയിലുള്ള വീഡിയോ ഒക്കെ പിന്നീട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് കീർ സ്റ്റാർമറിനെ വിളിക്കുകയാണ്, UK വേർ ഇസ് UK എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യാണ്. ആ സമയത്ത് UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ മുന്നോട്ട് നിന്നിട്ട് ഐ ആം ഹിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് നിൽപ്പുകൊണ്ട് കീർ സ്റ്റാർമറിന്റെ പേര് വരെ പുള്ളിക്കാരൻ മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് കീർ സ്റ്റാർമർ അതിനെ വലിയ രീതിയിലൊരു വിഷയമാക്കിയില്ല. കാരണം ആക്കാൻ പറ്റില്ല. കാരണം അവരൊക്കെ അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്ന അടിമകളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. പണ്ടത്തെ പ്രതാപമൊന്നുമില്ലല്ലോ ബ്രിട്ടന്. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റൂ. അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസൻസ് വേണ്ടി വരുമോ യൂറോപ്പിന്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ? മാത്രം ഇവരൊക്കെ വീക്ക് ആണെന്നുള്ളത് കൊണ്ടാണല്ലോ അമേരിക്കയുടെ സെക്യൂരിറ്റി വേണം എന്ന് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ യൂറോപ്പിന് അവരുടേതായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഉറപ്പുവരുത്തിക്കൂടെ? അത് പറ്റാത്തത് കൊണ്ടാണല്ലോ അമേരിക്കയുടെ കീഴിൽ പോയി മുട്ടുമടക്കിയിരിക്കേണ്ട ആ സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ എവിടെ വിളിച്ചിട്ട് കോമാളിയായിട്ട് വന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ പോയി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് കീർ സ്റ്റാർമറിനെ വിളിക്കുകയാണ്, പേര് പോലും അറിയാതെ വിളിക്കുകയാണ്, UK പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ട്. എന്നിട്ട് പുള്ളിക്കാരൻ വന്ന് ആ പോഡിയത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് എന്താണ്, തിരിച്ച് വീണ്ടും ട്രംപ് കണ്ടിന്യൂ ചെയ്യുകയാണ് സ്പീച്ച്. അടുത്ത രാജ്യങ്ങളുടെ നേതാക്കളെയൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. കീർ സ്റ്റാർമർ ഒരു 2 മിനിറ്റ് അവിടെ നിന്നിട്ട് തിരികെ അതേപോലെ പൊസിഷനിൽ പോയി നിൽക്കുകയാണ് ചെയ്തത്. ഇത് കണ്ടിട്ട് ജോർജിയ മെലോണി വാ പൊത്തിച്ചിരിക്കുകയാണ് ചെയ്തത്. അടുത്ത കോമാളിയായിട്ട് അവിടെ നിന്നിരുന്നത് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫാണ്. അയാളെ കൊണ്ട് എന്തെല്ലാം നാടകങ്ങൾ അവിടെ നടത്തണോ അതെല്ലാം ട്രംപ് നടത്തിച്ചു. ഇതിനൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ട് സാധിക്കുമോ? സാധിക്കില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് രാജ്യത്ത് പോയാലും നിശ്ചിത തോതിലുള്ള ക്രൗഡ് അവിടെ ഉണ്ടാവാറുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പോപ്പുലേഷനാണ്. ഇന്ത്യയെ സ്നേഹിക്കുന്ന പ്രവാസികളായിട്ടുള്ള ഇന്ത്യൻ പോപ്പുലേഷൻ, അതാണ് ഇതിന്റെ കാരണം. അപ്പം ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് പ്രവാസിയായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫീൽ ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ആ ഫീലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി, ജാതി, മതം ഇതിൻ്റെയൊക്കെ അതീതമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള ഒറ്റൊരു ആ ഒരു പ്രോട്ടോക്കോളിൽ മാത്രം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ബഹുമാനിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ആ രീതിയിലാണ് ഇന്ത്യക്കാർ പല രാജ്യങ്ങളിലും ജീവിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വളരെ സെന്റിമെന്റലും വളരെ പാട്രിയോട്ടിക്കുമാണ് ഇന്ത്യൻസിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് രാജ്യം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു മീറ്റിന് പോകുമ്പോഴത്തേക്കും ഇതേപോലെ 10-11 പോയി നിന്ന് ഇങ്ങനെ ചിങ്ചാങ് കടിച്ചിട്ട് കയ്യും തട്ടിയിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ല ഒരു സബ്മിറ്റിന് പോകേണ്ടത്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അതിനേക്കാളും വേറെ പണികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പീസ് സബ്മിറ്റ് നിങ്ങൾ നടത്തിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഒഴിവായത്. അതിലുപരിയായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. പ്രധാനമന്ത്രി ട്രംപിനെ ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം മീറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടില്ല. മീറ്റ് ചെയ്യാൻ തക്ക രീതിയിലുള്ള റെസ്പെക്ട്ഫുൾ ഡീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ട്രംപിനെ പിന്തുണയ്ക്കുകയും ട്രംപ് പൊസിഷനിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും ട്രംപിന് പൂർണ്ണ സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരു നേതാവാണ് പ്രൈം മിനിസ്റ്റർ മോദി. എന്നിട്ട് ട്രംപ് പൊസിഷനിൽ വന്നിട്ട് എന്താണ് ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ വിവരമില്ലാതെ ഇന്ത്യക്കെതിരെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് എന്തെല്ലാം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള, അതായത് ഈ പൊസിഷൻ കിട്ടിയ ഉടനെ അല്പന് എന്തോ കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആ രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ട്രംപിനെ ഇന്ത്യയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ട് വന്ന പാളിച്ചയാണിത്. ആ പാളിച്ച നികത്താൻ വേണ്ടിയിട്ട് ട്രംപ് പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ ASEAN സബ്മിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ASEAN സബ്മിറ്റിൽ ഇന്ത്യ പോയില്ല എന്നുണ്ടെങ്കിൽ അതും ഇന്ത്യക്ക് ഒരു വീഴ്ച തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ഈ ASEAN കൺട്രീസിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് വളരെ സ്വീകാര്യത കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം. പക്ഷെ ആ സാഹചര്യത്തിൽ ട്രംപ് ഇപ്പം ഇതിലേക്ക് എഴുന്നള്ളുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യ ശരിക്കും ജയശങ്കർ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കരെയാണ് ഇവിടെ അയച്ചു വെക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡീൽ നടന്നില്ല എന്നുള്ളതാണ്. അത് നവംബറിലും നടക്കില്ല എന്നുള്ളതാണ്. അത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അത് ഈ ഒരു പ്രഖ്യാപനം പോസ്റ്റ്പോണ്ട് ചെയ്യുകയാണ്.
കാരണം ട്രേഡ് ഡീലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്തിട്ട് ശരിയാവുന്നില്ല. പലരും ഈ ട്രംപ് റഷ്യൻ ഓയിൽ ഇന്ത്യ പടിപ്പടിയായിട്ട് കുറയ്ക്കും എന്ന് പറഞ്ഞല്ലോ, അതിനെ ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റ് ഈ രീതിയിലുള്ള പ്രോമിസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള നിലയിലൊക്കെ ചർച്ച നടത്തുകയും അതേപടി തന്നെ വാർത്താ മാധ്യമങ്ങളിൽ അച്ചടിക്കുകയും ചെയ്യുന്ന പത്രമാധ്യമങ്ങളുള്ള നാടാണ് നമ്മുടേത്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം മനസ്സിലാക്കേണ്ടത്, ട്രംപ് അന്ന് ഉപയോഗിച്ച പ്രയോഗം എന്ന് പറഞ്ഞാൽ അതൊരു ഹൈ പ്രഷർ നെഗോസിയേഷന്റെ ടൈമാണ്. കാരണം ഇന്ത്യൻ ടീം അമേരിക്കയിൽ നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, എന്താണ് ബൈലേറ്ററൽ ട്രേഡ് അഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നെഗോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രംപ് തുടരെ ഒരാഴ്ചയിൽ തന്നെ 2-3 വട്ടം ഇന്ത്യ പടിപ്പടിയായിട്ട് റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നത് കുറയ്ക്കും, നിർത്തും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്തുവിട്ടത്. അത് പ്രഷർ പോളിസിയാണ്. അത് നെഗോഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഈ പ്രഷർ പോളിസിയാണ് ട്രംപ് അപ്ലൈ ചെയ്തത്. പക്ഷെ അതിനെ പിന്തുടർന്ന് ഇവിടെ ഒരുപാട് മാധ്യമങ്ങൾ പല രീതിയിലുള്ള വാർത്തകളാണ് ഇവിടെ കെട്ടിച്ചമയ്ക്കുന്നത്. ഇപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുമെന്നുള്ള നിലയിലൊക്കെ വാർത്തകൾ തുടരെ അച്ചടിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു സംഗതി ഇന്ത്യ എവിടെയും പറഞ്ഞിട്ടില്ല. അത് അങ്ങനെ ഒരു സംഗതിയോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റോ ഇന്ത്യ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. അതിനെ തുടർന്ന് ഇന്ത്യ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, നെഗോസിയേഷനൊക്കെ ഇന്ത്യ വളരെ വ്യക്തമായിട്ട് ചെയ്തു. അഗ്രികൾച്ചർ മേഖല, ഡയറി പ്രോഡക്റ്റ്, ഇത് രണ്ടിലും തന്നെ ഇന്ത്യക്കുള്ളിൽ അമേരിക്കൻ പ്രോഡക്റ്റ് വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ ഒരു ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത അവസ്ഥയിലാണ് ഈ ട്രേഡ് ഡീൽ ഇങ്ങനെ ഒരു ഡെഡ് ലോക്ക് ആയി നിൽക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ലീഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ട്രംപിനെ മോദി അവോയ്ഡ് ചെയ്യുന്നത്. നീ ആദ്യം എൻ്റെ ട്രേഡ് ഡീൽ ഫിക്സ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്താൽ മതി എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അതുകൊണ്ടാണ് ഹൈ പ്രഷർ പോളിസി. ഇപ്പം നമുക്കൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ ഓടി ചെന്ന് അതിൻ്റെ വില അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഈഗറാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ വിൽക്കാനിരിക്കുന്നവൻ എന്ത് ചെയ്യും, ഒരുപാട് കൂട്ടി വില പറയും. അവന് തോന്നിയ രീതിയിൽ വില പറഞ്ഞ് അതിന് ഉറപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ അതേസമയം നമ്മൾ എനിക്ക് വേണ്ട, ഞാൻ വേറെ സ്ഥലത്ത് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? വീണ്ടും അവൻ നമ്മളെ വിളിച്ചിട്ട് ഇല്ലല്ല നീ വാ, ഞാൻ ഈ വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ പറഞ്ഞ വിലയ്ക്ക് അവൻ ആ ഒരു ഡീൽ അങ്ങ് ഒതുക്കും. അതേപോലത്തെ നയമാണ് ഇന്ത്യ ഇപ്പം അങ്ങോട്ട് പ്രഷർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് മേളിൽ റഷ്യൻ ഓയിലിനെ വെച്ചിട്ട് പടിപ്പടിയായിട്ട് ഇന്ത്യ കുറയ്ക്കുമെന്നുള്ള വാഗ്ദാനം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ തന്നിട്ടുണ്ട് എന്നുള്ള ഫേക്ക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപിന് ഒരു ചുട്ട മറുപടിയായിട്ട് തന്നെയാണ് ഇന്ത്യ ട്രേഡ് ഡീൽ എടുത്തങ്ങ് മൂലക്കിട്ടിട്ട് ഇറങ്ങി വന്നത്. എന്നിട്ടാണ് പീയൂഷ് ഗോയൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അതായത് ഇന്ത്യയെ തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് ഡീൽ ഒപ്പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ഞങ്ങൾക്ക് ഡീൽ സൈൻ ചെയ്യാൻ യാതൊരു ധൃതിയുമില്ല എന്ന് പറഞ്ഞിട്ട് പീയൂഷ് ഗോയൽ അവിടെ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാണ് ഇപ്പം നിലവിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് നടന്നിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ആസിയാൻ സബ്മിറ്റിൽ വന്നിട്ട് ഇന്ത്യയുമായിട്ട് ചേർന്ന് നിന്ന് ചൈനയെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്ത് ഷീ ജിൻപിങ്ങുമായിട്ട് ഒരു നെഗോസിയേഷൻ ഡീലിലേക്ക് എത്താമെന്ന് വിചാരിച്ചിരുന്ന ട്രംപിന്റെ ആഗ്രഹം അടപടലം പൊട്ടിപ്പാളിസായിരിക്കുകയാണ്. ഇനി ഷീ ജിൻപിങ്ങിന്റെ കാലിൽ പോയി വീഴേണ്ടി വരും, അല്ലാതെ വേറെ മാർഗമില്ല. ഇപ്പൊ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ രണ്ട് രാജ്യങ്ങളെയും എതിർത്ത് നിൽക്കുകയാണ്. ചൈനയും ഇന്ത്യയും ഒരുപോലെ എതിർത്ത് നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് നല്ലതല്ല, ട്രംപിന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും വിധേന ഒരു രാജ്യത്തിനെങ്കിലും മയപ്പെടുത്തിയെടുക്കണം എന്നുള്ള നിലപാടിലാണ് ഇപ്പൊ ട്രംപ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ മെരുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിലുള്ള പരിപാടിയല്ല. പക്ഷെ നേരെ മറിച്ച് ഇന്ത്യക്കാണെങ്കിൽ ഇന്ത്യ ചോദിക്കുന്ന പോലെയുള്ള ഡീലിൽ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ മെരുങ്ങും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ത്യക്ക് വേണ്ടത് കച്ചവടവും ഇന്ത്യയുടെ വളർച്ചയുമാണ്. ചൈന ഒരു പരിധിവരെ വളർന്നിരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ഹുങ്ക് കാണിക്കാം. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ കുറച്ചുകൂടെ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ട്രേഡ് ഡീലിൽ ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ, അത് അപ്രൂവ് ആക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് നടത്തും. അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു അർജൻസിയും ഇല്ല എന്നാണ് ഇന്ത്യ പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. അതേപോലെ ഈ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ നെഗോസിയേഷന്റെ പ്രഷർ പോളിസിയാണ്. അല്ലാതെ എവിടെയും ഇന്ത്യ റഷ്യൻ ഓയിൽ കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടില്ല. റഷ്യൻ ഓയിൽ കുറച്ചാലും നമുക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ വെറുതെ അത് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യ അങ്ങനെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ വിഷയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ പീയൂഷ് ഗോയൽ ട്രേഡ് ഡീലിന് ഒരു അർജൻസിയും ഇന്ത്യക്ക് ഇല്ല എന്ന് പറഞ്ഞതും അമേരിക്കയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രഷർ പോളിസിയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയുടെ ട്രേഡ് ഡീലിനെ തള്ളിക്കളഞ്ഞിട്ട് പോയിരിക്കുകയാണ് എന്നുള്ള ഒരു നോസ് കട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻസൾട്ടാണത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഇന്ത്യയെ തിരിച്ച് വിളിച്ച് ഡീൽ ഒപ്പിടിപ്പിക്കാം. അപ്പോൾ അങ്ങനെ അവർ ഇന്ത്യയെ തിരിച്ചു വിളിക്കുമ്പോൾ നമ്മളുടെ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും അവർ തിരിച്ചു വിളിക്കുക. ഇതാണ് ഇന്ത്യയുടെ പോളിസി. ഇതിപ്പോൾ അമേരിക്ക ആണോ ഇന്ത്യ ആണോ എന്നുള്ള നിലയിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുകയാണ്. മനസ്സിലായോ? ഇത് യഥാർത്ഥ ഫാക്ച്വൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അല്ലാതെ ഇതിനെ തുടർന്ന് പല വാർത്തകളും പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്. അതിലൊന്നും യാതൊരു യാഥാർത്ഥ്യമില്ല. അതായത് ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ അമേരിക്കൻ പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് വാർത്തയായിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പൊതുവിൽ ഒരു ലോകക്രമത്തിലുള്ളത്. വെസ്റ്റേൺ മീഡിയ എന്താണ് അടിക്കുന്നത് അതങ്ങ് വെച്ച് കാച്ചുകയാണ് രാവിലെ നേരം വെളുക്കുമ്പോൾ. അതാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയും. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ഈ മ്യാൻമർ എന്ന് പറഞ്ഞ രാജ്യമാണ്. ഇന്ത്യ ആസിയാൻ രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന ഡീൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് $44 ബില്യൺ വർത്ത് വരുന്ന ബിസിനസ്സാണ് ഇന്ത്യ ഇപ്പം ഈ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യ ഈ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ആ റോഡ് തായ്ലാന്റ് ഭാഗത്തിലും കംബോഡിയ ഭാഗത്തെല്ലാം നമ്മൾ കൺസ്ട്രക്ഷൻ ഫുൾഫിൽ ചെയ്തു.
ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തും ആ റോഡിന്റെ കൺസ്ട്രക്ഷൻസ് എല്ലാം പൂർത്തിയായി. പക്ഷേ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അത് മ്യാൻമറിലാണ്. മ്യാൻമറിൽ 40% റോഡ് വർക്ക് പൂർത്തിയായി. പക്ഷേ ബാക്കിയുള്ള 60% പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇന്ത്യ കിടന്ന് ഇഴയുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ സീപെക് കോറിഡോറിനെ നമ്മൾ അനുകൂലിക്കാത്തത് കൊണ്ട് തന്നെ ചൈന ഒരു സൈഡിൽ അതിനെതിരെ പാര വെച്ചിരുന്നു. ഇപ്പം ചൈനയ്ക്ക് ഓക്കെയാണ്. നമ്മളിപ്പം മ്യാൻമറിന്റെ ആർമിയുമായിട്ടൊക്കെ സംസാരിച്ചിട്ട്, ജുങ്താഗാഡ് എന്ന് പറഞ്ഞ ആർമി ഉണ്ടല്ലോ, അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഈ റോഡ് പണി പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടരുന്നുണ്ട്. പക്ഷേ ഇത് 2017 പൂർത്തിയാവേണ്ട പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് നമുക്ക് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് റോഡ് മാർഗം ഈ ഏഷ്യൻ രാജ്യങ്ങളിലൂടെ ത്രൂ ഔട്ട് നമുക്ക് കംബോഡിയ, തായ്ലാന്റ് വരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റോഡ് കണക്ടിവിറ്റിയിൽ കച്ചവടം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രേഡ് റൂട്ടാണ്. ഈ റൂട്ട് ഇന്ത്യയുടെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യാപാര പാതയാണ്. ഈ പാത ഇന്ത്യ റിവൈവ് ചെയ്തെടുക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ചൈനയുടെ ഡോമിനൻസ് ഏഷ്യൻ രാജ്യങ്ങളുടെ ഇടയിൽ വളരെയധികമുണ്ട്. ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള രീതിയിലല്ല, നെഗറ്റീവായിട്ടാണ്. നെഗറ്റീവാണെന്ന് പറഞ്ഞാൽ ചൈന പല രാജ്യങ്ങളുടെയും കടൽ തീരങ്ങൾ തങ്ങളുടേതാണെന്നുള്ള രീതിയിലുള്ള അവകാശവാദം ഉന്നയിക്കുകയും അവരോട് ചെറിയ ചെറിയ രാജ്യങ്ങളോട് പോയിട്ട് നിരന്തരം മൽപ്പിടുത്തം പിടിക്കുകയും അവർക്കെതിരെ ഭീഷണി മുഴക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഫിലിപ്പൈൻസിനെ നമ്മൾ അവിടെ ചേഞ്ച് ചെയ്തെടുത്തത്. ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞാൽ തികച്ചും അമേരിക്കൻ സെക്യൂരിറ്റിയുടെ കീഴിൽ നിലനിന്നിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അമേരിക്കൻ സെക്യൂരിറ്റിയുടെ കീഴിൽ നിലനിന്നിരുന്ന സാഹചര്യത്തിലെല്ലാം തന്നെ ചൈനയുടെ ഭീഷണി വളരെയധികം ഉണ്ടായിരുന്നു ഫിലിപ്പൈൻസിന്. അതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി അല്ല ഫിലിപ്പൈൻസിന് കൊടുത്തിരുന്നത്. ഒന്നാമത് അമേരിക്ക വളരെ ദൂരെ കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിലിപ്പൈൻസിനുള്ള സെക്യൂരിറ്റി വളരെ പരിമിതമായിട്ടാണ് അമേരിക്ക കൊടുത്തിരുന്നത്. കാരണം അമേരിക്ക ഏതെങ്കിലും രാജ്യത്തിന് സെക്യൂരിറ്റി കൊടുക്കുന്നെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് അമേരിക്ക പല കാര്യങ്ങളും പ്രതീക്ഷിക്കും. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഈ ചെറിയ രാജ്യങ്ങൾക്കൊന്നും അമേരിക്കയ്ക്ക് കൊടുക്കാനില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഫിലിപ്പൈൻസ് ഏറ്റവും വലിയൊരു ഡിഫൻസ് പാർട്ണറായിട്ട് കണ്ടെത്തിയതാണ് ഇന്ത്യ. ഇന്ത്യ വളരെ ശക്തമായിട്ട് തന്നെ ഫിലിപ്പൈൻസിന്റെ ഡിഫൻസ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. അവർക്ക് മാരിടൈം സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്, അവർക്ക് ബ്രഹ്മോസ് മിസൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള സെക്യൂരിറ്റി കൊടുത്തപ്പോഴത്തേക്കും ബാക്കിയുള്ള സൗത്ത് ഏഷ്യയിൽ കിടക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഒരു കോൺഫിഡൻസ്, അതായത് ചൈനയ്ക്ക് ബദലായിട്ട് നമുക്ക് ഇന്ത്യ ഉണ്ട്. അപ്പോൾ ഇന്ത്യയുമായിട്ട് അങ്ങനെയാണ് ഏഷ്യൻ സൈഡിൽ വളരെയധികം രാജ്യങ്ങൾ താല്പര്യത്തോടു കൂടി ഇന്ത്യയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഈ ഇടപെട്ട കാലത്ത് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയും ഫിലിപ്പൈൻസും തമ്മിലുള്ള ഈ ഒരു പാർട്ണർഷിപ്പ് ഡെവലപ്പായി വന്നതിലൂടെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരികയും ഇതുപോലെ പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡിഫൻസ് ഡീലുമായിട്ടൊക്കെ കരാറുകളൊക്കെ ഒപ്പുവെച്ചിട്ട് പോവുകയും ചെയ്തിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പം ഏഷ്യൻ സൈഡിൽ വളരെയധികം സ്വാധീനം ഇന്ത്യക്ക് വരുന്ന ഒരു കാലഘട്ടത്താണ് ഇന്ത്യ ഈ ഒരു ആസിയാൻ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സബ്മിറ്റ് ഒഴിവാക്കുന്നത്. അത് ഒഴിവാക്കുന്നത് നല്ലതല്ല. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോകേണ്ട ഒരു പരിപാടിയായിരുന്നു. പക്ഷെ നമ്മളുടെ നാഷണൽ ഇൻട്രസ്റ്റ്, നമ്മളെ നാണം കെടുത്തുന്ന രീതിയിലുള്ള പരിപാടികൾക്കൊന്നും നമ്മൾ പങ്കെടുക്കില്ല. കാരണം അവിടെ ട്രംപ് വരുന്നുണ്ട്. ട്രംപ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു ബാബോയ ഗോഡാലിയാണ്. എന്തും എവിടെ നിന്നും വിളിച്ച് പറയും. നമ്മൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ വിങ്ങി പൊട്ടി തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള അപമാനിക്കപ്പെടൽസ്, ഈ രീതിയിലുള്ള നാണം കെടുത്തപ്പെടൽസ്, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. കാരണം ഈ ട്രംപ് വിവരമില്ലാത്തവനാണ്. അയാൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും രീതിയിൽ നമ്മളെ അപമാനിച്ചിട്ട് പിന്നീട് നമ്മളെ ചേർത്ത് പിടിക്കാനും അപ്രിഷിയേറ്റ് ചെയ്യാനും ഒരു മടിയും കാണിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇന്ത്യക്ക് നാണവമാനമുണ്ട്. ആ ട്രംപിനില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ കൂട്ടാക്കാത്തത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. ഈ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ഈ ഒരു ട്രേഡ് റൂട്ട് മ്യാൻമറിലും കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ ഈ $44 ബില്യൺ വർത്ത് വരുന്ന ബിസിനസ് പെർ ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എമൗണ്ടിൽ 5 മടങ്ങ് ഉയർച്ച ഉണ്ടാവും എന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. 5 മടങ്ങ്. അപ്പോൾ അത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് ഏരിയയാണ് ഈ ഏഷ്യൻ കൺട്രീസ്. കറൻസി മൂല്യം വെച്ചിട്ടാണെങ്കിലും ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യക്ക് വൈഡ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഏരിയ ഉണ്ട് ഏഷ്യൻ സൈഡിൽ. അപ്പോൾ ഈ വർഷമില്ലെങ്കിലും അടുത്ത വർഷമെങ്കിലും ഈ ഒരു ആസിയാൻ സബ്മിറ്റിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പ്രൈം മിനിസ്റ്റർ മോദി പങ്കെടുക്കുന്നില്ല, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറാണ് പങ്കെടുക്കുന്നത് എന്നുള്ള വിഷയം ഇന്ത്യൻ ഗവൺമെന്റ് കൺഫേം ചെയ്തിട്ടില്ല. അത് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഇതും കൂടി പറയണം. ഇത് കൺഫേം ചെയ്തത് മലേഷ്യൻ പ്രൈം മിനിസ്റ്ററാണ്. മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെ വിളിച്ച് സംസാരിച്ചെന്നും അപ്പം ഇവിടെ ബീഹാർ ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് ബിസിയാണെന്നും അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തവണ ആസിയാൻ സബ്മിറ്റ് വിസിറ്റ് ചെയ്യില്ല എന്നും നേരിട്ട് പങ്കെടുക്കില്ല എന്നും വിർച്വലായിട്ട് പങ്കെടുക്കാമെന്ന് സമ്മതം അറിയിച്ചതായിട്ടും ഇന്ത്യയുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തിന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറെ പറഞ്ഞേക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ജയശങ്കറിനെ ഒരുപക്ഷെ ട്രംപ് മീറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം ഫിസിക്കൽ മീറ്റിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നരേന്ദ്രമോദി ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെ ട്രംപുമായിട്ടുള്ള നേരിട്ടുള്ള മീറ്റിംഗ് തുടരെ പ്രൈം മിനിസ്റ്റർ മോദി അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ ഒരു അപമാനമായി തന്നെ അല്ലെങ്കിൽ അതിനെ ഒരു ഹ്യൂമിലിയേഷനായിട്ട് ട്രംപ് കരുതാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കരുതുന്നെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുമായിട്ട് സംസാരിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ മാർക്കോ റൂബിയോ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറുമായിട്ട് ഒരു ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട്. ട്രംപ് വേണമെങ്കിൽ
ജയശങ്കറുമായിട്ട് ഒരു ഹാൻഡ് ഷേക്ക് ഒക്കെ കൊടുത്ത് ഒഴിവാക്കാനുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രേഡ് ഡീല് അവതാളത്തിലായിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും നെഗോസിയേഷൻസ് ഒക്കെ നടത്തി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബൈലേറ്ററൽ ട്രേഡ് ഡീലിൽ ഒരു തീരുമാനം ഉണ്ടായേക്കാം. അതുവരെ ഈ 50% താരിഫ് തുടരുക തന്നെ ചെയ്യും. ഇന്ത്യക്കും അതിൽ യാതൊരു കുഴപ്പമില്ല എന്നുള്ളൊരു മറുപടിയാണ് ഇന്ത്യ കൊടുത്ത് നല്ലൊരു പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഡീൽ സൈൻ ചെയ്യാൻ യാതൊരു ധൃതിയുമില്ല എന്ന് പറഞ്ഞിട്ട് പീയൂഷ് ഗോയൽ അവിടെ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അങ്ങനെ നിലവിലെ ആസിയാൻ സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ള ഒരു ഫയലാണ് നമ്മൾ ക്രാക്ക് ഡൗൺ ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് സോ മച്ച്.